ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഡേ വീട്ടിൽ വെറുതെ ഇരുന്ന് അത് കഴിഞ്ഞ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം. 2 ഡേ വീട്ടിലിരുന്ന ടൈമിൽ നല്ല വെയിലും ഇന്ന് നല്ല മഴയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടുത്തെ യൂണിവേഴ്സിറ്റി, കോർക്കിലെ യൂണിവേഴ്സിറ്റി കാണാനാണ് വന്നേക്കണത്. ഇവിടെയാണ് അനിയത്തി പഠിച്ചത്. ഇത് അത്യാവശ്യം നല്ല കാണാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. നല്ല ആംബിയൻസ്, ബിൽഡിങ്ങൊക്കെ നല്ല രസമാണ്. വേൾഡിലെ തന്നെ എത്രയോ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓർക്കുക. അതെ, ഇവിടുത്തെ മെയിൻ വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻ വേണമെങ്കിൽ പറയാം. ആര് വന്നാലും ലൈക്ക് UCCയിലേക്കാണ് ആദ്യം വന്നത്. ഇതൊരു 43 acres ഓഫ് ലാൻഡിലാണ് ഇത്. അവിടെ പഠിച്ചതിൻ്റെ ചെറിയ പട്ടി ഷോയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയേക്കാണ്. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ മെയിൻ എൻട്രൻസ് എത്തി. ഇവർക്ക് ഇതുപോലെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. യൂണിവേഴ്സിറ്റീസ് കാണാൻ നൈസായിരിക്കും. ആണ് അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വാഡെന്ന് പറയുന്നത്. ഇതിന് ഹിസ്റ്ററി ഉണ്ട് ഗൈസ്. ഇവർ പറയുന്നത് നമ്മൾ ഗ്രാജുവേറ്റ് ആവാണ്ട് ഈ പുല്ലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് തോറ്റു പോകുമെന്നാണ് ഇവർ പറയണത്. പക്ഷെ ഞങ്ങൾ വന്ന് തന്നെ ഓടിച്ചാടി കയറിയത് ഈ പുല്ലിലേക്ക്. അതുകൊണ്ട് തന്നെ 2 തവണ കയ്യിലിട്ടാണ് പാസ്. പക്ഷേ അതിന് പ്രത്യുപകാരമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുല്ലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അവിടെ ജോർജ് പൂളിൻ്റെ ഒരു തലയിരിപ്പുണ്ട്. പുള്ളിയുടെ മൂക്കെ ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവുമെന്നാണ് പറയുന്നത്. സോ പുള്ളിയുടെ മൂക്ക് മാത്രം ഇപ്പോൾ മഞ്ഞ കളറാണ്. ആൾക്കാർ പിടിച്ചു മൂക്ക് മഞ്ഞ കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഐതിഹ്യം. പക്ഷെ ഞാൻ പാസ്സായിട്ടോ ഗൈസ്. ഞാൻ പുല്ലെ ചവിട്ടിട്ടാണെങ്കിലും നമ്മൾ പാസ്സായി. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊക്കെ വെറും കെട്ട് കഥകളാണ്. ഇതിൽ വേറൊരു കവാടം പോലത്തെ സംഭവമുണ്ട്. ആ കവാടത്തിൽ കൂടെ വെറുതെ പെമ്പിള്ളേരെ നടന്നു പോയാൽ പ്രഗ്നന്റ് ആവുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ കുറെ പൊട്ട ഐതിഹ്യങ്ങളുണ്ട്. അത് ഇവിടുത്തെ പ്രസിഡന്റിന്റെ റൂമാണ് ആ കാണുന്നത്. നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. അതിനൊരു ക്യൂ തന്നെ ഉണ്ടാവും. അല്ലാണ്ട് നടക്കാൻ പറ്റും. അല്ലാണ്ട് നടക്കാം. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതാണ് UCCയുടെ ലൈബ്രറി. ഇത് ഭയങ്കര അടിപൊളി ലൈബ്രറിയാണ്. നമുക്ക് കയറാൻ ഉള്ളിൽ. പക്ഷെ എൻ്റെ കാർഡ് എക്സ്പയർ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ കയറാൻ പറ്റത്തില്ല. ഇതാണ് ജോർജ് പൂള്. പാസ്സാവാൻ വേണ്ടി പിള്ളേർ പിടിച്ച് കുറേ മണ്ടൻ പിള്ളേർ ഒന്ന് പിടിച്ചു. അതിൻ്റെ മൂക്ക് മഞ്ഞ കളറാക്കി വെച്ചിട്ടുണ്ട്. പാവംപുള്ളി. ജോർജ് ബൂൾ ഇവിടുത്തെ പ്രൊഫസറായിരുന്നു ഗൈസ്, മാത്തമാറ്റീഷ്യൻ. പുള്ളിയുടെ പേരിലാണ് ഈ ലൈബ്രറി അറിയപ്പെടുന്നത്. ബൂൾ ലൈബ്രറി എന്നാണ് പറയുന്നത്. അതൊക്കെ ബിൽഡിങ്ങാകും. അതെല്ലാം ബിൽഡിങ്. ഒരപ്പാപ്പൻ അവിടെ ഏതോ ഒരു പോസിൽ മുട്ടുകുത്തി ഒരു പോസിൽ നിൽക്കുന്നുണ്ട്. എന്താ അങ്ങനെ ഒരു പോസ്? ശാസ്ത്രം നമുക്കറിയില്ല. എൻ്റെ ശാസ്ത്രം നമ്മൾ ചുരണ്ടാൻ പോയിട്ടില്ല. സ്പ്രിങ്ങിന് ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഇതെല്ലാം ഇവിടെയൊക്കെ അവർ ചെടി നട്ട്
ഇവിടെയാണ് ഇവിടെയാണ് ചെടി നടാൻ പോകുന്നത്. ഇത് മറ്റേ കുഴി ആൾക്കാരെ കുഴിച്ചിടാൻ കുഴി എടുത്തു. മഴ കൂടിയ ഇവിടെ തന്നെ പള്ളിയുണ്ട്. പള്ളി കാണാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് കോളേജിന്റെ ബാക്കി ബിൽഡിംഗ്. ഇത് മറ്റേ കമ്പ്യൂട്ടർ ലാബ് അങ്ങനത്തെ ബിൽഡിങ്സ് ആണ്. വീഡിയോ എടുക്കാൻ പറ്റുന്ന പറഞ്ഞാണ് ഇപ്പൊ കയറണേ. അവിടെ ചെന്ന് ചവിട്ടിപ്പുറത്തൊക്കെ കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പുറത്തു നിന്ന് എടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോട്. ഹബ്ബാണ് ഫുഡ് കഴിക്കാൻ തന്നെ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മളിവിടെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ക്ലാസ്സിനേലും കൂടുതലുള്ളത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. മറ്റേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ഒരെണ്ണം പറഞ്ഞ പോരെ. വാങ്ങി ഗൈസ്. അപ്പം നമുക്ക് 2 ടോക്കൺ തരും. ഈ ടോക്കൺ ആദ്യം ഇവിടെ കൊടുത്ത് പേ ചെയ്തിട്ട് നമ്മൾ ആ ക്യൂവിൽ പോയി നിൽക്കണം. അപ്പോൾ അവരത് ടോസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ട് തരും. ടിക്കറ്റ് ചിക്കൻ പനീനി. ക്ലാസ് കാണിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നാണ് ഗൈസ്. ക്ലാസ് പോയിട്ട് ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ പഠിച്ച കോളേജൊക്കെ പോലെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ കോളേജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ കേട്ടോ. ഇതാണപ്പോൾ എൻട്രൻസ്. ഇതുവഴി നമ്മൾ ബാക്ക് വഴിയാണ് കയറിയത്. ഇതുവഴിയാണ് മെയിൻ എൻട്രൻസ്. കോളേജിൻ്റെ മാപ്പൊക്കെ ഇവിടെ ഉണ്ട്. വഴിതെറ്റിപ്പോയ ഗൂഗിൾ മാപ്പിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ക്ലിയർ ഇല്ല. റിവർലി. ഈ റിവർലിയാണ് അയർലൻഡ് ഫുള്ള് ഒഴുകണ ഏക റിവർ. അതിൻ്റെ പേര് വെച്ചുള്ളൊരു ഹോട്ടലാണ് ദ റിവർലി. കാണാൻ ലുക്കൊന്നുമില്ല, നമ്മുടെ നാട്ടിലത്തെ ചെടിവെള്ളം പോലത്തെ വെള്ളമാണ്. പക്ഷേ ഈ വെള്ളമാണ് ഇവിടെ എല്ലാ വീടുകളിലേക്കും പബ്ലിക് ഇതിലേക്കും എല്ലാം പോണത്. ഇന്നെടുക്കണ വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റി വലിയ ധാരണ എനിക്കില്ല. അപ്പോൾ ഗൈസ് നമ്മൾ
UCC കോളേജ് കണ്ടു. കോളേജില്ല, യൂണിവേഴ്സിറ്റി. അത് ഉള്ളിലേക്ക് നമ്മളധികം കയറില്ല. ചില ഇതിന് നമുക്ക് പെർമിഷൻ വേണം കയറാനായിട്ട്. അപ്പോൾ അതാണ് UCC യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ലൈക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ ഇവിടെ നല്ലത് കിട്ടും. അപ്പോൾ അത് മേടിക്കാൻ ഓർത്തു. പിന്നെ ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാം. പക്ഷെ ഇവിടെ കാനഡയിലൊക്കെ ആൽക്കഹോളിന് നമുക്ക് സെപ്പറേറ്റ് ഇവിടെയും ഷോപ്പുണ്ട് ആൽക്കഹോളിന് വേണ്ടിയിട്ടുള്ള. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ നിന്ന് വാങ്ങാത്തത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാം. പക്ഷെ ഞാനിവിടെ കണ്ടിട്ടില്ല. നമ്മുടെ കാനഡയിൽ എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ LCBO അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കോളേജുകളിലും എല്ലാത്തിനെയും കൂടുതലുള്ളത് പബ്ബാണ്. ഇവിടെ ഒരു പബ്ബിനോട് അടുത്തടുത്തടുത്ത് നിരനിരയായിട്ട് പബ്ബുകളാണ്. ഇറ്റ്സ് ഡിഫറെൻറ്റ്. പബ്ബിൽ നിന്ന് മേടിക്കുന്നതും അല്ലാണ്ട് മേടിക്കുന്നതും ഡിഫറെൻറ്റാണ്. പക്ഷേ ഇവിടെ എല്ലാ മോളിലും സൂപ്പർ മാർക്കറ്റ്സിലും എല്ലാം എല്ലാ ബ്രാൻഡ് സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് അത് ഷോപ്പ് ഉണ്ട് ആക്ച്വലി. പക്ഷെ എനിക്കറിയില്ല. അല്ല, എന്നാലും നമുക്ക് അവിടെയൊക്കെ കാനഡയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന പോലെയുള്ള LCBO അങ്ങനത്തെ സംഭവമൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ഈ ഫ്രഷ്കോ സഹേഴ്സ് അവിടെയൊക്കെ പോകുമ്പോൾ കിട്ടണ പോലെ തന്നെ ഇവിടെ സൂപ്പർ വാല്യൂ അല്ലേ? സൂപ്പർ വാല്യൂ ഉണ്ട്, ടെസ്കോ ഉണ്ട്, ലിഡില്, അൽഡി ഇവിടെയൊക്കെ കിട്ടും. ടെസ്കോയും സൂപ്പർ വാല്യൂയിലാണ് കുറച്ചുകൂടി നല്ലത് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ബിയർ, ആൽക്കഹോൾ അതൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ഇവിടുത്തെ കോർട്ട് ഹൗസ്. നല്ല ലുക്ക് കോർട്ട് കണ്ടു. മറ്റേ മണിയേഴ്സിലെ ബാങ്കിൻ്റെ ഒക്കെ പോലെ. Bank of Ireland. Next is Bank of Spain. ഇവിടെയാണ് കോർക്ക് ഇംഗ്ലീഷ് മാർക്കറ്റ്. കിച്ചണർ മാർക്കറ്റ് പോലെ തന്നെ. ഇച്ചിരിയല്ല, നല്ല സ്മെല്ല്. ഇവിടെ മീറ്റ്, വൈൻ ഷാമ്പയിൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണോ? ഇത്രയും ഇതില്ല, ഇത്രയും സെറ്റപ്പ് ഇല്ല. അല്ല, വേറെ ഇതുപോലെ ഉണ്ട്. വെള്ളമില്ലാത്ത ഫൗണ്ടൻ. ഇവിടെ കൂടുതലും മീറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം കിട്ടും. എല്ലാം ചീപ്പൊന്നല്ല, മീറ്റ് ഭയങ്കര വില കുറവാണ്. പക്ഷെ അല്ലാത്ത എല്ലാ സാധനങ്ങൾക്ക് നല്ല വില. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉണ്ട് സെയിം ഇതുപോലെ തന്നെ. ചിക്കൻ, മീറ്റ് അതുപോലത്തെ ഒക്കെ. ഇതാണ് സിറ്റി സെൻറ്റർ. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള ഷോപ്പിംഗ് സെൻറ്ററിലെ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയാം. ഹോളണ്ട് ആൻഡ് ബാരറ്റ് ഇവിടെയാണ് നമുക്ക് വൈറ്റമിൻസ്, പ്രോട്ടീൻസ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഇതാണ് ഗൈസ് പ്രോട്ടീൻ സെക്ഷൻസ്.
ഇവിടെ സ്പോർട്സ് സപ്ലിമെന്റ്സ്, നമുക്ക് വൈറ്റമിൻസ് എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഇതുപോലെ അടുത്ത ഷോപ്പാണ്. ഇവിടെ നമുക്ക് ഐറിഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനവും കിട്ടും. ഇവിടെ കുറേ വിസ്കി ടോഫി, വിസ്കി ബ്രാൻഡി, വിസ്കി അതിൻ്റെയൊക്കെ ചോക്ലേറ്റ്സ് ഉണ്ട്. ബട്ട്ലേഴ്സ് കൊടുത്ത ഭയങ്കര ഫേമസ് മിഠായിയാണ് ഇത്. നല്ല ടേസ്റ്റ് അതിന്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ബാർലി കാഫേ. പോക്കറ്റ് വാച്ച്. ഇവിടെ സെൻറ്റ് പാട്രിക് ഡേ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഫുള്ള് പച്ച തീമാണ്. അല്ല, അത് സെൻറ്റ് പാട്രിക് അങ്ങനെയല്ലെന്നാണ് പറയുന്നത്. തെറ്റിപ്പോയി. ഗിന്നസിൻ്റെ ചോക്ലേറ്റ് ട്രഫിൾസ്. ഇതാണ് സെൻറ്റ് പാട്രിക്സ് ഡേയുടെ സാധനങ്ങളാന്ന് പറഞ്ഞത്. നമുക്ക് മാഗ്നറ്റ്സ് ഒക്കെ കിട്ടും. അയർലൻഡ് ഫുള്ള് എന്നുകൊണ്ട് അടുത്ത മെയിൻ ഫേമസ് ആയിട്ടുള്ള ബാറാണ് ടെമ്പിൾ ബാർ. അങ്ങനെ ഇതാണ് ആൽക്കഹോൾസ് കിട്ടുന്ന സ്റ്റോർ. ഇതിപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ LCBO പോലെ തന്നെ കേട്ടോ. റെഡ് വൈൻ, ഇവിടെ സ്പിരിറ്റ്സ്, ബിയേഴ്സ് എല്ലാം കിട്ടും. അയ്യോ, മെയിൻ സാധനങ്ങളാണ് ബുഷ്മിൻ്റെ. അതിൻ്റെ വിസ്കി, പിന്നെ പാരി, വിസ്കി ബോക്ക്, ഇതെല്ലാം വീടിയെടുക്കാൻ വളരെ I will have a medium latte. ഇവിടെ ഒന്ന് കോഫി കുടിച്ച് മരിക്കുള്ളൂ. ചെറിയൊരു ഡേ ആയിരുന്നു, രാവിലെ മുതൽ ഉച്ച വരെ ചെറിയൊരു ഡേ. അപ്പോൾ ഇന്ന് ഇവിടെ UCC കാണാൻ പോയി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ട, അതെല്ലാം മേടിച്ചു. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് മഴയൊക്കെ മാറി നല്ല ലൈറ്റ് വന്നിട്ടുണ്ട്, നല്ല സൺലൈറ്റാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.